നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ആദർശ് നയനെ ഫോൺ ചെയ്യണം. പിന്നീട് നീ എന്തെടുക്കുമായിരുന്നു നയനെ? ഞാൻ ഒന്നും എടുക്കുമല്ലായിരുന്നു, ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു നമ്മുടെ ബെഡ്റൂമില്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. നയന മറുപടി ഒന്നും പറഞ്ഞില്ല. നീ ഒന്നും കഴിച്ചു കാണില്ല എന്ന് എനിക്കറിയാം. അല്ല, ആദർശാണ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്റെ കാര്യം നീ നോക്കണ്ട. അതുപോലെയല്ലോ നീ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണ്ടേ? ആദർശേട്ടാ, അത് പിന്നെ എന്റെ കാര്യം നോക്കാനായിട്ട് ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. എനിക്ക് സഹായത്തിനായിട്ട് കിരണും കല്യാണി അല്ലെങ്കിൽ നന്ദു ഒക്കെ എല്ലാരും ഉണ്ട്. അവരൊക്കെ വരുന്നുണ്ട്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാനൊരു യാത്രയിലെന്ന് മാത്രം കൂട്ടിയാൽ മതി. നിന്നെ കൊണ്ടുവരാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ കൊണ്ടുവരാതിരുന്നേ. അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുവരുമില്ലായിരുന്നോ? അതെ, നിനക്ക് നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോ നയന പറഞ്ഞു, ആദർശേട്ടൻ വെച്ചോ, ഞാൻ വെക്കുവാന്ന് പറഞ്ഞിട്ട് നയന കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ ആദർശ് കിരണിന്റെയും കല്യാണിയും കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് കിരൺ പറഞ്ഞു, എടാ, ഈ പറയുന്ന AN ജ്വല്ലറിക്കാര് പുതിയൊരു ജ്വല്ലറിയും കൂടെ തുടങ്ങുവാണ്, ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങുവാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശ് ചോദിച്ചു, എവിടെയാ? അല്ല, ആറ്റിങ്ങലും നെടുമങ്ങാടും ഒക്കെ അല്ലേ മൂർത്തി ജ്വല്ലറിക്ക് ബ്രാഞ്ചുള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ ഒരു ബ്രാഞ്ചല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒന്നും കൂടെ തുടങ്ങാനായിട്ട് പോവാ AN ജ്വല്ലറിക്കാര്. അതിന്റെ വർക്കും കാര്യങ്ങളും ഞങ്ങൾക്കല്ല കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, അപ്പൊ അവരുമായിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, ഹരിയേട്ടൻ വഴിയുള്ള ഡീലാണത്. അപ്പം ഇന്റീരിയർ ഡിസൈനിങ് കിട്ടിയിരിക്കുന്ന കല്യാണിക്കാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുക. ആ സമയത്താണ് നിന്നെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകാന്ന് കരുതുന്നത്. അപ്പോഴേക്കും ആദർശം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ AN ജ്വല്ലറിയുടെ MD ഉണ്ടല്ലോ, ഡേവിഡ്, അയാളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നീ അന്വേഷിക്കണം. അയാളുടെ വേരുകൾ എന്താന്ന്, അയാൾക്ക് ഇതിനു മുമ്പ് സ്വർണ്ണ ബിസിനസ് ആയിരുന്നോ, അല്ലെങ്കിൽ അയാളുടെ ജോലി എന്തായിരുന്നു, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. കാരണം ഇനിയിപ്പം മുത്തശ്ശൻ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട ആരെങ്കിലും ആണോ ഇതിന് പിന്നിലെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാ നീ ഡേവിഡിനെ കാണണം, പരമാവധി അയാളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾക്ക് സംശയങ്ങളൊന്നും തോന്നരുത്. അയാൾക്ക് അറിയാവോ ഇല്ലയെന്ന് അറിയത്തില്ല നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ലടാ. ചിലപ്പം ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കാണുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയത്തുണ്ടായിരിക്കുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ. ശരി, നിന്നെ കൊണ്ട് പറ്റുന്നത്ര നീ നന്നായിട്ട് മാക്സിമം പെർഫോം ചെയ്തോ. കാരണം അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ആദർശേട്ടാ, അവൾ നയനയുണ്ടല്ലോ, നയനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നയനിക്ക് നല്ല സങ്കടമുണ്ട്. ആദർശ് പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമമുണ്ട്. ഞങ്ങൾ വിഷമിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ആദർശ് പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവളെ കൂട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ കൂട്ടിയാനാ. പക്ഷെ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഒരു സാഹചര്യമായി പോയില്ലേ. അധികം വൈകാതെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി വീട്ടിലേക്ക് ചെല്ലാന്ന എന്റെ പ്രതീക്ഷ. അതിനെ എത്രത്തോളം നീണ്ടു പോകുന്നൊന്നും അറിയില്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഇപ്പൊ ആദർശേട്ടന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടത്തി തിരികെ പോകാനായിട്ട് പറ്റും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. പിന്നീട് കിരണും കല്യാണിയും കൂടെ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലേക്ക് പോവുകയാണ്. പിന്നീട് കിരണും കല്യാണിയും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ചെല്ലുവാണ്. അവിടെ ഇന്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. അപ്പോഴേക്കുമാണ് AN ജ്വല്ലറിയുടെ MD ഡേവിഡ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഡേവിഡ് വന്നിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായല്ലോ അല്ലേന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, സാറിനെ കണ്ടപ്പോ മനസ്സിലായെന്ന് പറഞ്ഞു. അല്ല, ഇത് ഭാര്യ ആയിരിക്കും അല്ലേ? അതെ, ഇതെന്റെ ഭാര്യ കല്യാണിയാണ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, അതെ, മാക്സിമം സ്പീഡിൽ തന്നെ വേണം. പക്ഷെ എന്നും പറഞ്ഞിട്ട് ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി വെറൈറ്റിയും കാര്യങ്ങളൊക്കെ വേണം ഇന്റീരിയർ ഡിസൈനിങ്ങിൽ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അതൊക്കെ കല്യാണി നോക്കിക്കോളൂ സാറേ. പിന്നെ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് വന്നത് ഞങ്ങളുടെ കമ്പനിയുടെ GM വഴിയാണ്. GMന് നിങ്ങളുടെ കമ്പനിയുടെ സൂപ്പർവൈസറെ പരിചയമുണ്ട്. അവര് തമ്മിലാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തതെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, ഹരിയേട്ടനാണ് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അവര് സംസാരിക്കണ സമയത്ത് മാക്സിമം അയാളെന്ന വിവരങ്ങൾ ചോർത്താനായിട്ട് കിരൺ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കിരണിനോട് അയാൾ പറഞ്ഞു, അതെ, അറിയാലോ കിരണേ, ഇപ്പൊ ഞങ്ങൾ പുതിയ ബ്രാഞ്ച് ഇവിടെ തുടങ്ങാൻ പോവാ. ഇനിയിപ്പൊ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ കൈയടക്കാൻ തന്നെ തീരുമാനിച്ചു. കുറെ ജ്വല്ലറികൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വരും. അങ്ങനെ ഈ തിരുവനന്തപുരം പിടിച്ചടക്കണം. കേരളം മൊത്തം പിടിച്ചടക്കാൻ പറ്റില്ലെങ്കിലും ഇവിടെ പിടിച്ചടക്കണം എന്ന എന്റെ ഒരു ആഗ്രഹം. പിന്നെ മുംബൈയിലും ദുബായിലും ഒക്കെ ഇപ്പം ഞങ്ങൾ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇപ്പൊ ഈ ജ്വല്ലറിയിൽ ഞങ്ങൾ സ്വർണവും അതുപോലെ തന്നെ വജ്രവും ഒക്കെയാണ് സെയിൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കല്യാണിയും കിരണും ഒക്കെ പരസ്പരം നോക്കണം. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, അല്ല സാറേ,
സാറ് പാരമ്പര്യമായിട്ട് ജ്വല്ലറി ഉടമകളായിരുന്നോ? അപ്പോഴേക്കും പറഞ്ഞു, ഞാനാണ് ഈ ജ്വല്ലറി രംഗത്തേക്ക് വന്നത്. കാരണം മുംബൈയിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി ഞാൻ. സ്വർണത്തിനും വെള്ളിക്കും ഒക്കെ ഇങ്ങനെ വില കുതിച്ചു വരുന്നോണ്ടിരിക്കല്ലേ, ആ സമയത്ത് തുടങ്ങിയതാ. പക്ഷെ അത് മെച്ചമായിരുന്നു. അവിടെ ഞാൻ കയറി പിന്നീട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. അല്ല, കേരളത്തിൽ ഇപ്പം മൂർത്തി ജ്വല്ലറി ആയിരുന്നല്ലോ ഇത്രയും കാലം ഏകവിഷയമായിട്ട് എതിരാളികളൊന്നും ഇല്ലാതെ ജയിച്ചുകൊണ്ട് പോന്നോണ്ടിരുന്നേ. പക്ഷെ എങ്കില് അതിന്റെ ഒരു കോട്ടം തട്ടിയിരിക്കുക. നിങ്ങൾ കണ്ടു കാണുമായിരിക്കില്ല പത്രത്തിലൊക്കെ. മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് എന്തായാലും നല്ല കാലമാ, ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഈ സമയത്ത് കിരൺ പറഞ്ഞു, നമുക്കൊരു സെൽഫി എടുത്താലോ സാറേ എന്ന് പറയണ. അങ്ങനെ MD ആയിട്ട് ചേർന്ന് നിന്നിട്ട് സെൽഫി ഒക്കെ എടുക്കണം. അപ്പോഴേക്കും കല്യാണം ചോദിച്ചു, അല്ല സാറേ, ഈ പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് നഷ്ടമായിട്ടുള്ള കാര്യമില്ലേന്ന് ചോദിച്ചു. നഷ്ടം എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ നേരത്തെ കുറച്ച് സ്വർണം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നഷ്ടമായിട്ട് വരത്തില്ല. അല്ല എന്നാലുവേ ഈ കുറെ സ്വർണം കൊടുത്തു കഴിയുമ്പത്തേനും ഞങ്ങൾക്കിപ്പം അതേ ലാഭമൊന്നും വേണ്ടെന്നേ, ഞങ്ങൾക്ക് സ്വർണത്തിന്റെ പൈസ കിട്ടിയാൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ടാന്നൊക്കെ ഡേവിഡ് പറഞ്ഞു. അങ്ങനെയാണല്ലേ? അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊരു വിവാഹം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ സ്വർണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൂർത്തി ജ്വല്ലറിന്നാ സ്വർണം എടുത്തേ. എന്ത് ചെയ്യാനാന്ന് പറ, എത്ര രൂപ പണിക്കൂലിയായെന്ന് അറിയാവോ? അതാ കിരണെ പറഞ്ഞേ, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജ്വല്ലറിയിലേക്ക് പോരെ. അവിടെ കിരണിന് എന്താണെങ്കിലും നല്ല രീതിയിൽ വില താഴ്ത്തി തന്നെ ഞങ്ങൾ സ്വർണ്ണമൊക്കെ തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതങ്ങനെ ആയിക്കോട്ടെ സാറേ എന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചതിന് ശേഷമാണ് അവര് പിരിയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ ഡൈനിങ് ടേബിൾ ആഹാരമൊക്കെ കൊണ്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. ജലജ ദേവേനോട് പറഞ്ഞു, അല്ല എടുത്തി, ഞാൻ ആഹാരം കഴിക്കാൻ വന്ന് കണ്ടില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ദേവേനെ നോക്കി, അല്ല നയന ആഹാരം കഴിക്കാതിരിക്കുന്നേ? എന്തായാലും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ കഷ്ടമായിപ്പോയി, അവൾക്ക് വിഷമായില്ലെന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ദേവേന്റെ ദേഷ്യത്തോടെ ജലജയോട് പറഞ്ഞു, നിർത്തടി, നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ പറയുന്ന വേറൊന്ന്, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഞാൻ എന്തേലും ഒരു വാക്ക് പറഞ്ഞാണ്ടല്ലോ നിന്റെ മോന്റെ ജീവിതം അങ്ങ് താർന്നു പോകും. പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന്. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു. അല്ലേടത്തി ഞാൻ കൂടുതൽ നീ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞു. അതെ, നയനമോൾക്കുള്ള ആഹാരം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടേ കൊടുത്തോളാം, നീ കൂടുതൽ ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങോട്ടേക്ക് വരുന്ന ആഹാരം കഴിക്കാനായിട്ട്. അങ്ങനെ അവര് വന്നിരുന്നു. ആ സമയത്ത് മുത്തശ്ശി ചോദിച്ചു, അല്ല നയനമോളെ കണ്ടില്ലോ? അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതെ നയനമോള് വന്നിട്ടില്ല ആഹാരം കഴിക്കാനായിട്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടേ കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ? ഇവിടെ വന്ന് ഡൈനിങ് ടേബിളായിരുന്നു വിശാലമായിട്ട് കഴിക്കാലോ, ഇപ്പൊ മുറിയിലേക്ക് കൊണ്ടേ കൊടുക്കേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ? നയനമോളെ എങ്ങനെയാലും ഇച്ചിരി ഭക്ഷണം കഴിപ്പിക്കാനല്ലേ ദേവേനി നോക്കുന്നേ, ആ സമയത്ത് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതിന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണ്ടേന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാന്ന് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും ഉണ്ടായിരിക്കണം. ആദർശ് പോയതിന് തക്കതായ കാരണമുണ്ട്. അവരെന്തിനാ ശിക്ഷ കിട്ടിയെന്നുള്ള കാര്യം നയനയ്ക്ക് ഓർമ്മ വേണം. പിന്നെ നമ്മളൊരു കാര്യം വിചാരിക്കും, പറക്കൂറ്റാത്ത ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണും, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരൊക്കെ, അവരെങ്ങനെ ജീവിക്കുന്ന. പക്ഷെ അവരൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോളും. അതുപോലെ തന്നെ ഇതും ഇപ്പൊ നമ്മൾ താങ്ങാൻ ആൾക്കാരുടെ തളർച്ച കൂടുമെന്ന് പറഞ്ഞ കണക്ക് ആരുമില്ലെന്നൊരു ബോധ്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വയം അവര് മുന്നോട്ട് പോയിക്കോളും. ഇല്ല, ഇനിയിപ്പൊ ആദർശ് പോയി കഴിഞ്ഞപ്പോ നയനെ തടയേണ്ട കാര്യമില്ലായിരുന്നു. നയനയ്ക്ക് വേണേ ആ കൂടെ പോവായിരുന്നല്ലോ, എങ്കിൽ പിന്നെ ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കുറ്റപ്പെടുത്തോളാം. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്ത് പറഞ്ഞാലും അതിന് ന്യായീകരണമാണല്ലോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അല്ല അമ്മ എന്തിനാ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത്? എപ്പം നോക്കിയാലും കുറ്റപ്പെടുത്തുള്ളൂ, നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറഞ്ഞു. നീ മിണ്ടരുത് ഒരക്ഷരം. എവിടെയെങ്കിലും ആരെയെങ്കിലും തമ്മിലടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ അവസരം നീ മുതലായിക്കോണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പാന്ന് തുടങ്ങണം. ജലജ ചോദിച്ചു, ഭക്ഷണം എടുക്കണില്ലേന്ന് ചോദിച്ചു നയനയ്ക്ക്. ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വന്നാളാന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് മുത്തശ്ശനോട് ജലജ പറഞ്ഞു, അച്ഛാ ഈയിടെയായിട്ട് ഏട്ടത്തി എന്നെ അബിയെ ഈ വീട്ടിലെ ജോലിക്കാരി ആക്കിയേക്കുക. ഞങ്ങളാണെങ്കിൽ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് മടുത്തെന്ന് പറഞ്ഞു. എടി, തിന്നുന്ന ഭക്ഷണത്തിന് എന്തേലും ഒരു ജോലി ചെയ്യണ്ടേ നീയൊക്കെ? നിന്നെയൊക്കെ വേറെ എന്ത് ചെയ്യിക്കാൻ പറ്റും? നിന്റെ മോനുണ്ട് അബി, അവനെ വല്ല കൂലിപ്പണിക്ക് വേണ്ട ഗതികേടാ. കാരണം അവന്റെ സ്വഭാവം അങ്ങനെയാണ്. അവനെ വേറൊരു പണിക്കും വിടാൻ പറ്റില്ല, കാരണം വല്ല കടയിലൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അവിടുന്ന് മോഷ്ടിക്കൂലോ. പിന്നെ നിന്റെ കാര്യം, കുറെ കാലമായാലും ഇങ്ങനെ തിന്ന് സൂഹിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ മൂർത്തി ജ്വല്ലറിയുടെ കമ്പനിയുടെ ഒരു ഷെയർ നിങ്ങൾക്കും ഉണ്ടല്ലോ, നിങ്ങൾ ട്രസ്റ്റിൽ അംഗമാണല്ലോ, അതുകൊണ്ട് ഒരു ഓഹരി നിങ്ങൾക്കും കിട്ടും.
പിന്നെ അതിന് ഉള്ള എന്തെങ്കിലും ഒരു ജോലി ഈ വീട്ടിൽ ചെയ്യണ്ടേ? അല്ല ഇനിയിപ്പൊ ജോലി ചെയ്യാൻ മടിയുണ്ടെ പറഞ്ഞാരെ, ബുദ്ധിമുട്ടാണെ പറഞ്ഞാരെ. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ഓരോ നിർബന്ധവും പോകേണ്ടവർക്കൊക്കെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോ. പിന്നെ നിന്റെ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും അവന് നാണം ഇല്ലാത്തതുകൊണ്ട് അവന് വീണ്ടും ഇവിടെ കിടക്കും. ഇത് കേട്ടപ്പോ ജലജ മനസ്സ് വിചാരിച്ചു, ഇറങ്ങി പോകേണ്ടതാണ്. പക്ഷെ എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോനാ? തൽക്കാലത്തേക്ക് ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആദർശിനെ ഇറക്കി വിട്ടല്ലോ, അത് തന്നെ സമാധാനം. പിന്നെ നല്ല രീതിയിൽ തന്നെ അച്ഛൻ അവർക്കിട്ട് കൊട്ടു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പോവണ്ട, ഇവിടെ തന്നെ നിൽക്കാന്നൊക്കെ ജലജ തീരുമാനിച്ചു. പിന്നീട് ദേവേനി നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്നപ്പോ നയന കരഞ്ഞോണ്ടിരിക്കുക. എന്താ മോളെ ഇത്? മോളെ ആഹാരം കഴിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ട്? എഴുന്നേറ്റ് ആഹാരം കഴിക്കാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടമ്മേ വേണ്ടമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആഹാരം കഴിക്കണം. മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ദേ മുത്തശ്ശൻ മോളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്നാലും മുത്തശ്ശന് ഇത് എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കണേ. എന്താ മോളെ, മുത്തശ്ശൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. ഇപ്പൊ എപ്പം നോക്കിയാലും കുറ്റപ്പെടുത്തുകൾ മാത്രമല്ലേ ഉള്ളൂ. ആദർശനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. സാരമില്ല പോട്ടെ മോളെ, അല്ല മുത്തശ്ശൻ അറിയാവുന്ന കാര്യമായിരുന്നല്ലോ ആദർശനെ ചതിച്ച പെണ്ണാന്നുള്ള കാര്യം. ആദർശനെ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ട് പിന്നെ മുത്തശ്ശൻ അത് ഇങ്ങനെയൊക്കെ കാണിക്കണേ? അത് പിന്നെ അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോ അച്ഛൻ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് അവന് അതൊന്നും കാര്യമൊക്കെ എടുത്തില്ല എന്നൊരു ചിന്ത വന്നു കാണും. അതുകൊണ്ടായിരിക്കും. മോള് വിഷമിക്കേണ്ട. എന്നാലും ആദർശന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമുണ്ടമ്മേ. പാവം നല്ല സങ്കടത്തിലാ മോളെ. മോൾക്കറിയാലോ അവന്റെ സ്വഭാവം. അവൻ ഇന്ന് വരെ ആരുടെ മുന്നിൽ തലവണിച്ച് അങ്ങനെ നിന്നിട്ടില്ല. പക്ഷേ എങ്കിൽ ആദ്യമായിട്ടാണ്. അത് അവന് താങ്ങാനും പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. മോളെന്ന് ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് നയനയുടെ കയ്യിലേക്ക് പിടിച്ചു. ഇറങ്ങി വരാൻ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് താഴേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് നയനെ ആഹാരം കഴിക്കാൻ ഇരിക്കുവാണ്. ഈ സമയത്ത് മുത്തശ്ശി വെച്ചു, എന്താ മോളെ നീ ആഹാരം കഴിക്കാൻ ഇറങ്ങി വരാത്തെ? നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞാണെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയോ? ഈ സമയത്ത് പട്ടിണി കിടക്കുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. മോള് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ജലജ കഴിക്കാനായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ദേവേനെ അരികിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും നയന ചോദിച്ചു, അല്ല മുത്തശ്ശി ഇപ്പൊ ആദർശേട്ടൻ കഴിച്ചിട്ടുണ്ടായിരിക്കോ? അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അവന്റെ കാര്യല്ലേ, അവ ചിലപ്പോ കഴിച്ചു കാണുമായിരിക്കും. അപ്പോഴേക്കും നയന പറഞ്ഞു, കഴിക്കാൻ വഴിയില്ലാന്ന് പറഞ്ഞു. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, അവൻ അവിടെ കഴിച്ചോളും, അവനാരും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അവന് അങ്ങനെയുള്ളവനല്ല. വീട്ടിലുള്ളവർക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അതിനിപ്പോ വീട്ടിലുള്ളവർ കഴിച്ചിട്ടില്ലെന്ന് അവൻ അറിയത്തില്ലല്ലോ. ഇവിടെ നിന്ന് ആരും വിളിച്ചു പറയാതിരുന്നാ മതി, പ്രത്യേകിച്ച് മോളാക്കാരും വിളിച്ചു പറയാതിരുന്നാ മതി എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ആ സമയത്ത് നയനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. നയന ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു, കഴിക്കും മോളെ എന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, കഴിക്കാതിരുന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, അവന്റെ കാര്യമൊക്കെ അവൻ തന്നെ നോക്കിക്കോളും. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. നയനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഈ വീട് എങ്ങനെ പോയിക്കൊണ്ടിരുന്ന, ഇപ്പൊ കണ്ടില്ലേ എന്തൊരു സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന, എല്ലാം തകടം മറിഞ്ഞില്ലേ, മറന്ന വീട് പോലെയായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി പറഞ്ഞു, നീയും നിന്റെ മോനും ഈ വീട്ടിൽ നിന്ന് എന്ന് പടിയിറങ്ങുന്നോ അന്ന് ഈ വീട്ടിൽ സന്തോഷം വരുത്തുള്ളൂ, അതുവരെ സന്തോഷം വരുത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജലജ പറഞ്ഞു, ഓ ഇനിയിപ്പം ഞാന് കാരണമായിരിക്കുമല്ലേ, ഞാൻ അങ്ങോട്ട് പോയേക്കാന്നൊക്കെ പറഞ്ഞു. ദേവേന് പറഞ്ഞു, മോൾക്ക് ഞാൻ ആഹാരം എടുത്തു കൊടുത്തോളാം, നീ ഒന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ജലജ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ പോയി പതുങ്ങി നിൽക്കുവാണ്, ഇവിടെ സംസാരിക്കുന്നത് എന്താന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മുത്തശ്ശൻ നോക്കിക്കഴിഞ്ഞപ്പോ നയന അങ്ങനെ അധികം ആഹാരം ഒന്നും കഴിക്കുന്നില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഓ ഇനിയിപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു അധികപ്പറ്റായിട്ട് തോന്നുമായിരിക്കും. ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവനാണ് ഞാനെന്നും കൂടെ ആയിരിക്കും മറ്റുള്ളവർക്ക് ചിന്ത ഉണ്ടാകുന്നേ. അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, ഞാനും കൂടെ അങ്ങോട്ട് പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകണം. അപ്പോഴേക്കും നയനയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി. ഈ സമയം ദേവേന് പറഞ്ഞു, എന്താ അമ്മേ അച്ഛന് സംഭവിച്ചേ? അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കണമെന്ന ആളല്ലേ, പെട്ടെന്ന് എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. മോളെ എനിക്കറിയില്ല എന്തൊക്കെ മാറ്റങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്, എന്തോ എനിക്കിപ്പം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടോണ്ട് മറഞ്ഞു നിന്നിരുന്ന ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നിസാര കാര്യമൊന്നും അല്ല സംഭവിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.